കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സന്തോഷമേ ആനന്ദത്തിൻ പൂർണ്ണതയേ ശാശ്വതമാ സന്തോഷം ആനന്ദത്തിൻ പൂർണ്ണതയേ ശാശ്വതമാ സന്തോഷമേ സന്തോഷമേ ആനന്ദത്തിൻ പൂർണ്ണതയേ ശാശ്വതമാ സന്തോഷമേ ആനന്ദത്തിൻ പൂർണ്ണതയേ ശാശ്വതമാ സന്തോഷം.
വീശി നമുക്കിരിക്കാം. പ്രിയമുള്ളവരെ, ദൈവമായിട്ട് ജീവിക്കുന്നത് വളരെ ഈസിയാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മളൊരു ഗീവ് ആൻഡ് ടേക്ക്, കൊടുക്കുക വാങ്ങിക്കുക എന്നുള്ള ഒരു സിമ്പിൾ ട്രാൻസാക്ഷൻ മോഡിൽ നിന്ന് സ്പിരിച്വാലിറ്റിയെ നമ്മൾ വിമോചിപ്പിക്കേണ്ടതുണ്ട്. സാധാരണ ആൾക്കാർ ദൈവമായിട്ടുള്ള ഇടപെടൽ, ദൈവത്തിന് പ്രാർത്ഥന കൊടുക്കുന്നു, പിന്നെ നമ്മുടെ സൽപ്രവർത്തികൾ കൊടുക്കുന്നു, ബദലായിട്ട് ബാട്ടർ സിസ്റ്റം അനുസരിച്ചുള്ള അനുഗ്രഹങ്ങൾ കൈപ്പറ്റുന്നു. നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരാണെന്ന് എനിക്കറിയാം. ബൈബിൾ വായിക്കുകയാണോ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ബൈബിൾ ഒരു ഭക്ഷണമാണ് ശരിക്കും. ബൈബിള് നമ്മുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുവാനും നമ്മുടെ ആധ്യാത്മിക ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ക്ലീൻ ചെയ്ത് സെൽഫ് ക്ലീൻ ചെയ്യാനുള്ളൊരു കഴിവ് ബൈബിളിനുണ്ട്. കാര്യം ബൈബിള് ഒരേ സമയം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ദൈവത്തിൻ്റെ ഒരു വ്യക്തിത്വം തന്നെയാണ് വചനം. വചനം നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ദൈവത്തിൻ്റെ ഒരു വ്യക്തിത്വം തന്നെയാണ്. അതാണ് നമ്മുടെ വചനം ദൈവമായിരുന്നു എന്ന് പറയുമ്പോൾ. പക്ഷേ ഇത് ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനോട് എന്തുമാത്രം സഹകരിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ജീവിക്കാനും ദൈവത്തിൻ്റെ മനസ്സ് നമ്മളിൽ നിറവേറ്റിയെടുക്കാനും പരിശുദ്ധാത്മാവിന് എന്തുമാത്രം മൽപ്പിടുത്തങ്ങൾ കുറഞ്ഞു വരുന്നുവോ അത്രയും നമുക്ക് ദൈവ വെളിപാടുകൾ കൂടുകയും ദൈവ വഴിനടത്തലുകൾ കൂടുകയും ചെയ്യും.
എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാൻ എല്ലാ ദിവസവും മനുഷ്യന്മാരുമായിട്ട് ഇടപെടുന്ന കാരണം മനുഷ്യൻ വല്ലാത്ത രീതിയിൽ എന്താണ് ജീവിതത്തോട് കാണിക്കുന്നത് ഒരു വിഗ്രസ് ആയിട്ടുള്ള വളരെ പേശിപ്പിടുത്തം ആവശ്യമായിട്ടുള്ള ഒരു വല്ലാത്ത ഒരു കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പോലെ നമുക്ക് തോന്നും. ആധ്യാത്മിക ജീവിതവും ഭയങ്കര കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ജീവിതത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരണതും ദൈവത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അതും വേറൊരു കഷ്ടപ്പാട്. ഇത്രയും ഒന്നും കാര്യമില്ല. ശരിക്കും ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ദിവസം ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചും അവരുണ്ടാക്കിയ വിഷയങ്ങളെക്കുറിച്ചും നമുക്കൊരു വേദന, അതാണ് ആസ്തി എന്ന്, ആധ്യാത്മിക ആസ്തി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ക്യാരി ഓവർ ചെയ്യും, ക്രിസ്തുവിൻ്റെ നാമത്തിലേക്ക് നമ്മൾ ക്യാരി ഓവർ ചെയ്യും, ക്രിസ്തുവിൻ്റെ നാമത്തിലേക്ക്. അപ്പം അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും ഒരു ഇഷ്യൂ, ഇപ്പോൾ ഭർത്താവ് വഴി ഉണ്ടാവും, മനുഷ്യന്മാരുടെ വായിലെ നാക്കുകൊണ്ട് അവർക്ക് എന്തും പറയാം, എന്തും നമ്മളോട് ചെയ്യാം. അപ്പം നിങ്ങളോട് സ്വാതന്ത്ര്യമുള്ളവർ കൂടുതൽ ചെയ്ത്തുകൾ ചെയ്യും അല്ലേ? നിങ്ങളുടെ മക്കളൊക്കെ നമ്മൾ തന്നെ ഓർക്കും, ഇവനൊക്കെ ഇത്രയും വലുതായിട്ടും ഒരു ബോധം വെച്ചില്ലെന്ന് ഓർക്കും. ഭൂമിയിലെ ജീവിതം കൊണ്ടാണ് നമ്മൾ കുരിശിനെ കൃപയാക്കി മാറ്റേണ്ടത്. ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് തന്നെ നിന്നെ തെറ്റിദ്ധരിക്കുന്ന ഒരു ജീവിത പങ്കാളി നമുക്കെന്തൊരു നേട്ടമാണ്. നിൻ്റെ നന്മകൾ അംഗീകരിക്കാത്ത അയൽവാസി, ഇവരെ കൊണ്ടാണ് നമ്മൾ സ്വർഗം പണിയണത്. നമ്മൾ ഇത്രയും നാളെ കഷ്ടപ്പെട്ട് വളർത്തിയത് ഡിലീറ്റായി പോകുന്ന നമ്മുടെ മക്കൾ, ഇത്രയും നാൾ വളർത്തിയെടുത്തില്ലേ നമ്മൾ അറിഞ്ഞ കാലത്തും അറിയാത്ത കാലത്തും വളർത്തിയെടുത്ത അമ്മമാർക്ക് നമുക്ക് തിരിച്ച് കൊടുക്കാൻ പറ്റുമോ? പക്ഷേ മക്കളിൽ നിന്നുണ്ടാകുന്ന ചില സമയത്തുള്ള പെരുമാറ്റങ്ങൾ കാണുമ്പോൾ നമ്മുടെ ചങ്ക് വേദനിക്കും. ദാറ്റ്സ് ഇറ്റ്സ് എ. അപ്പം അങ്ങനെയുള്ള ഈ ഇന്നർ ഫീലിങ്സ് എല്ലാം കൺവേർട്ട് ചെയ്ത് ഈ മരിയൻ സോഫ്റ്റ്വെയർ, മരിയൻ ഫോർമുല നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം, കുരിശ് കൺവേർട്ട് ചെയ്ത് ഇതിൻ്റെ ഒരു മെറ്റാബോളിസം ഉണ്ടാക്കി അതിലൂടെ കൃപ ജനിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ടയാൾ അമ്മയാണ്. അമ്മയ്ക്ക് ഹെവി ലോഡായിട്ടൊരു ഒരു പ്രഷർ വന്നു കഴിഞ്ഞാൽ അമ്മ ഉടനെ ഹൃദയത്തിൽ സംഗ്രഹിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല, അവരോട് ഇവരോടൊക്കെ വിളിച്ച് പറയത്തില്ല. നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പരമാവധി നിങ്ങൾ മാതാവിൻ്റെ സ്പിരിച്വാലിറ്റിയാണ് ഫോളോ ചെയ്യണമെങ്കിൽ ആ ട്രാൻസ്ഫർ ചെയ്യാതിരിക്കാൻ നോക്കണം. അവനെ വിളിച്ച് പറഞ്ഞു, മരുമകൾ പ്രശ്നം ഉണ്ടാക്കിയ മകളെ വിളിച്ച് പറഞ്ഞു. പലരും പണി മേടിച്ചിരിക്കുന്നത് ഈ മക്കളെ കൊണ്ട് തന്നെയാണ്. കാര്യം മരുമകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതിന് കാര്യം ഉണ്ടാക്കിയാൽ നിങ്ങളുടനെ എന്ത് ചെയ്യും? മകളെ വിളിച്ച് പറയും. അവൾ താടകയും സൂർബണകമായിട്ട് ഇങ്ങോട്ട് വരും. ഒരു 1.5 വരവാണ്. അതോടുകൂടി എല്ലാത്തിനും തീരുമാനമാകും. ചവിട്ടിക്കൂട്ടും മരുമകളുമായിട്ട് പ്രശ്നം ഉണ്ടായിട്ട് ആളുകൾ പായിച്ചു കളയവിടെ. അപ്പോൾ ഈ ഇഷ്യൂ ഉണ്ടാക്കണ എന്താണ് ഞാൻ പറയുന്നത്? നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങൾ ഉടമ്പടി എടുക്കരുത്. ഉടമ്പടി നിലനിൽക്കത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങൾ, അത്ര ഐറ്റമാണ് നിങ്ങളെങ്കിൽ ഈ ഉരുപ്പടിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല, നിൽക്കത്തില്ല. അതാണ് സംഭവം. ഐസ് കട്ട പെയിൻ്റ് അടിക്കണ പോലെ ഇരിക്കും. ഇപ്പം കാര്യം മനസ്സിലായില്ലേ? അതാണ് സാധനം. ഈ വിഷയത്തെയാണ് എടുത്തിട്ട് നമ്മൾ മാതാവിനെ പോലെ വിഷയങ്ങളുണ്ടാവും. കർത്താവ് എന്താ ക്ലേശങ്ങളെക്കുറിച്ച് പറഞ്ഞത്? ഓരോരോ ദിവസത്തിനും അതിൻ്റെ ക്ലേശങ്ങൾ മതിയെന്ന് പറഞ്ഞത് എന്താ? ക്ലേശങ്ങൾ ഉണ്ടാവേണ്ടതാണെന്നല്ലേ? ലോകത്ത് നിങ്ങൾക്ക് ക്ലേശങ്ങൾ ഉണ്ടാവും. എപ്പോഴും എനിക്ക് തോന്നുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവ തിരുസന്നിധിയിൽ നിങ്ങൾ നിൽക്കുമ്പോഴും വരുമ്പോഴും ഒരു വിഷയം കർത്താവിൻ്റെ കയ്യിലാണ് ഫയലെങ്കിൽ മറ്റ് വിഷയങ്ങളുടെ സമ്മർദ്ദങ്ങൾ ഉണ്ടാകരുത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വിഷയം പ്രോസസ്സിങ്ങിലാണെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ദൈവത്തെ പറയണം, എൻ്റെ കൂട്ടുകാരത്തെ കൂടി സ്വിറ്റ്സർലൻഡിൽ വന്നാൽ നല്ലതായിരുന്നെന്ന് പറയും.
അവൾ വന്നില്ലേ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകത്തുമില്ല. അത് ദൈവത്തെ അറിയാമെങ്കിൽ ഈ ഫയൽ ദൈവം വെട്ടിക്കളയും. അതാണ് വിഷയം. കാര്യം ഈ കൂട്ടുകാരത്തെ അവളുടെ ഇടപാടുകളും ബന്ധമൊക്കെ എത്ര കാലം നിൽക്കുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. നിനക്ക് ബുദ്ധിയും ബോധവും ഇല്ലാത്തത് കൊണ്ട് നീ ഇപ്പോൾ ഒരു വൈകാരികമായ അടിമയായിട്ട് ജീവിക്കുകയാണ്. ഈ മറ്റുള്ളവരുടെ അടിമയായ ആൾക്കാരെ ദൈവം ആ വിഷയം ടേക്കപ്പ് ചെയ്യത്തില്ല. അപ്പോൾ എപ്പോഴും വലിയ പ്രശ്നം ദൈവദൃശ്യത്തിൽ വരുമ്പോൾ എന്തെങ്കിലും വിഷയത്തിൻ്റെ വ്യക്തികളുടെ അടിമയാണോ നീ എന്ന് ഓർക്കണം. അത് തന്നെയല്ല, അതിനെല്ലാം കൂടി ഈശോ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുണ്ട്: വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്തരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത്? അത് ദൈവാരൂപി തന്നെ ആയിരിക്കണം. അത് ലോകാരൂപിയോ ദുഷ്ടാരൂപിയോ ഒന്നും ആയിരിക്കരുത്. ഇപ്പോൾ ആൻറ്റിയുടെ മകള് സ്വിറ്റ്സർലൻഡിൽ പോയതുകൊണ്ട് നിങ്ങളും കെട്ടിയെടുത്ത് പോകാനാണെങ്കിൽ അത് മത്സരമാണ്, ലോകാരൂപിയാണ്. നിങ്ങളെ ലൈനടിച്ച് വെച്ചിരിക്കുന്ന പയ്യനെ കല്യാണം കഴിച്ചിട്ട് വീട്ടിലെ പറമ്പ് എല്ലാം കടത്തിലാക്കി നിങ്ങൾ ഒരു ജോലി ഒപ്പം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നാത്തൂനിട്ടൊരു പണി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവളെങ്ങനെ ജീവിക്കുമെന്ന് നോക്കട്ടെ. അപ്പനെ കയ്യിലെടുക്കും ഇവൾ അപ്പനെ കയ്യിലെടുത്തിട്ട് അപ്പനെ ചൊറുകിയും മാന്തിയും ഒക്കെ വശത്താക്കിയിട്ട് അവൾക്ക് ലോൺ എടുക്കാൻ വേണ്ടി വീടും പുരയുടെ ഒപ്പിച്ച് വെക്കും. എന്നിട്ട് ഈ ലോൺ എടുത്ത് അവൾ കാനഡയിൽ പോവുകയും ചെയ്യും. അവിടെ പോയി വെച്ചും അവൾ ലൈനെടുത്ത പയ്യനുമായിട്ട് അവൾ ജീവിക്കുകയും ചെയ്യും. 5 പൈസ ലോൺ അടക്കത്തുമില്ല. ഇപ്പം നാത്തൂനും ആങ്ങളെയും പരുവക്കേടാവും. ഇതാണ് കൊല്ലാനും നശിപ്പിക്കാനാണ് കള്ളൻ വരുന്നതെന്ന്. ഇത് നശിപ്പിക്കുകയല്ലേ ആങ്ങളുടെ ജീവിതം. ഇപ്പം ആങ്ങളെ ചത്താലും കുഴപ്പമില്ല, നാത്തൂൻ്റെ കണ്ണീര് കണ്ടാലും മതി. അപ്പം ആ ഒരു വകുപ്പിലാണ് അന്തർഭൗമ അടിയൊഴുക്കുകളുണ്ടാകും. ചിലപ്പോൾ പല നിയോഗങ്ങളുടെയും പ്രശ്നം നനഞ്ഞ നിയോഗങ്ങളാണ്. ഇതിൻ്റെ അന്തർഭൗമ അടിയൊഴുക്കുകളുണ്ട്. കർത്താവ് ഇതെല്ലാം സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അതാണ് സാഹചര്യം മോശമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സുവിശേഷ വില മാറ്റത്തില്ല. അതാണ് അനുഗ്രഹാനന്തര കാലഘട്ടത്തിലുള്ള നിലപാടെന്ന് പറയണത്. പല ആൾക്കാരും പണി മേടിക്കുന്നത് ഇവിടെയാണ്. അനുഗ്രഹം വരെ അവർ ഉടമ്പടി കൃത്യമായിട്ട് ചെയ്യും. അനുഗ്രഹാനന്ത കാലത്തിൽ അവർ തനിനിറം കാണിക്കും. പക്ഷേ ഈ തനിനിറം കാണിക്കുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാവുന്നത് കൊണ്ടാണ് ഉടമ്പടി പമ്മി നിൽക്കുന്നത്. ഉടമ്പടി സ്പീഡാകുന്നതിൻ്റെ കാര്യം നിങ്ങൾ ഈ അനുഗ്രഹാനന്ത കാലത്ത് പഴയ ആളായിട്ട് മാറും എന്നുള്ളതും അവിശ്വസ്ത കാണിക്കുമെന്നും ദൈവത്തിന് നേരത്തെ അറിയാം. അവിടുത്തെ അത് ചെക്ക് വെച്ച് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അനുഗ്രഹാനന്തര കാലഘട്ടത്തിലും വിശ്വസ്തയോടെ സാഹചര്യം അനുകൂലമാകുമ്പോഴും അല്ലാത്തപ്പോഴും വിശ്വസ്തയോടെ ഉടമ്പടിയിലെ സുവിശേഷ സാക്ഷിയായി ജീവിക്കുവാൻ സഹായിക്കണമേ. പ്രാർത്ഥന അച്ഛൻ പ്രാർത്ഥിച്ചു തരും. മക്കളേറ്റ് പ്രാർത്ഥിക്കണം. കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എന്റെ കർത്താവേ, അടിപ്പിണർ പോലെ വൈദ്യുത ആഘാതം പോലെ രോഗമുള്ള ഇടങ്ങളിലേക്ക് ഈ നിമിഷം അമ്മയുടെ മധ്യസ്ഥതയുടെ നാമത്തിലെ
ഈശോയുടെ നാമത്തിൽ ശക്തിപ്പെടരട്ടെ. ശക്തിപ്പെടരട്ടെ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെല്ലാം ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ ദൈവികമായ ദൈവികമായ ശക്തി വരട്ടെ. ശക്തി വരട്ടെ. മാരകരോഗങ്ങള്, മാരകരോഗങ്ങള്, തീരാവ്യാധികള്, തീരാവ്യാധികള്, ജീവിത ദുരിതങ്ങള് ജീവിത ദുരിതങ്ങള്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ ആന്തരിക നാമത്തിൽ, അവയവങ്ങള്, ആന്തരിക അവയവങ്ങള്, ത്വക്ക് രോഗങ്ങള്, PCOD രോഗങ്ങള്, PCOD തൈറോയ്ഡ് രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, സർവ്വ മാലിന്യങ്ങള്, സർവ്വ സർവ്വമാരക രോഗങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ സ്തുതി. വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സദയം തുടരണേ സുഖമായി എൻ്റെ സദയം തുടരണേ സുഖമായി എൻ്റെ അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് മക്കള് കൈകള് രോഗമുള്ളിടത്തെല്ലാം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇടിമുഴക്കം പോലെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്തു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, ശിരസ് മുതൽ കർത്താവ് ഉച്ച മുതലുള്ള കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ അടിപ്പിട പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി നിങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ. ബ്ലോക്കുള്ളവരെ, കരരോഗികൾ, ഉദരരോഗികൾ, കുടലിന് അൾസറുള്ളവർ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. മുതുകിന് വേദനയുള്ളവർ, നീതി കെട്ടിയിരിക്കുന്നവർ, കർത്താവ് ഡിസ്കുകൾ അകന്നിരിക്കുന്നവർ, പലതരത്തിലുള്ള വേദന ഉള്ളവരെ കർത്താവ് സ്പർശിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നീ സൗഖ്യം പ്രാപിക്കുക. കർത്താവ് ത്വക്ക് രോഗങ്ങൾ, ചിരങ്ങ് രോഗങ്ങൾ, അതുപോലെയുള്ള എല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നനയപ്പെടട്ടെ, കുതിരപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ത്വക്ക് രോഗങ്ങൾ, നരമ്പിനുണ്ടാകുന്ന രോഗങ്ങൾ, വെയിൻസിനുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ, സിസ്റ്റുരോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. 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 എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. 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 ഞങ്ങൾ നിറയണമേ സൗരഭ്യം നൽകണമേ. എൻ്റെ മക്കളെ, ജോലി ഈ നിമിഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ജോലിയില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവരെ, മക്കൾ ഇല്ലാത്തവരെ, വീടില്ലാത്തവരെ, വീട് വെക്കാൻ സ്ഥലമില്ലാത്തവരെ, സ്ഥലമുണ്ട് വഴിയില്ലാത്തവരെ, അവിടെ വെള്ളം കിട്ടാത്തവരെ, ജോലി തടസ്സങ്ങൾ, നിയമപരമായ തടസ്സങ്ങളുള്ളവർ, ജോലിക്ക് വേണ്ടി ന്യായമായിട്ട് കിട്ടാനുള്ള ജോലി കിട്ടാത്തത് കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നവരെ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ശത്രുക്കളുടെ പീഡനങ്ങൾ കാരണം ജീവിതത്തിൽ ഒരു മേൽഗതി ഇല്ലാതെ ഇരിക്കുന്നവരെ, പല ബ്ലോക്കുകളും ചവിട്ടിപ്പിടുത്തങ്ങളും കാരണം മുന്നോട്ട് പോകാൻ പറ്റാതെ വിഷമിക്കുന്നവരെ, അവരുടെ എല്ലാ പ്രതിയോഗികളും കർത്താവിൻ്റെ നാമം നിർവീര്യമാകുന്ന സമയമാണ്. മാതാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവരാണ്. ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ജോലിയില്ലാത്തവർ, ഭവനരഹിതർ, കർത്താവ് കുടുംബത്തിൽ കർത്താവ് ഭർത്താവും ഭാര്യ അകന്ന് താമസിക്കുന്നവർ, ഈശോയെ അവരടുത്ത് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കേസുള്ളവർ കർത്താവ്, കേസ് അനുകൂലമായ വിധി ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഓരോ രേഖകൾ കർത്താവ്, വിസ പുതുക്കാത്തവർ, പുതുക്കപ്പെടാത്തതുകൊണ്ട് വേദന അനുഭവിക്കുന്നവർ, കർത്താവിൻ്റെ ജീവിതം തന്നെ അടഞ്ഞു പോകുന്ന അവസ്ഥയിൽ കർത്താവ്
നാട്ടിൽ വന്നിട്ട് കയറിപ്പോകാൻ പറ്റാത്തവർ, അതുപോലെ തന്നെ ജോലികൾ തടസ്സം വെച്ചിരിക്കുന്നവർ, റാങ്ക് ലിസ്റ്റിൽ പേരുള്ളവർ, അതുപോലെ തന്നെ വിസ ഇൻ്റർവ്യൂ നടത്തുന്നവർ, അതുപോലെ നാട്ടിലെ ജോലിക്കും സർക്കാരിൽ തടസ്സങ്ങളുള്ളവർ കർത്താവ് അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാള ദൈവശക്തിയാൽ മാരക തടസ്സങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സദയം തുടരണേ സുഖമായി എൻ്റെ ഉള്ളിൽ. മൗനമായി പ്രാർത്ഥിക്കുക മക്കളെ. എന്തെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ ഇപ്പോൾ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുന്ന സമയമാണ്. ആശീർവാദം സ്വീകരിക്കുക. ചിറകുവിരിച്ചാലും മാതാവിൻ കൃപയല്ലോ മുന്നിൽ. ക്രോവേന്മാർ ആരാധിച്ചാലും